കടയിൽ പോയിട്ട് വൈറ്റ് സോസ് പാസ്ത മേടിച്ച് കഴിക്കേണ്ട, വീട്ടിൽ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ 2 വെളുത്തുള്ളി ചേർത്ത് അതൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾസ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി അതേ കടായിലോട്ട് ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇതുപോലെ മൈദ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലോട്ട് കുറച്ചായിട്ട് പാല് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കാവേ. കൈ വിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും മെയിനായിട്ടും ഒറിഗാനോ ആണ് ചേർക്കേണ്ടത്. പിന്നെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർക്കാം. ഇവിടെ മാക്രോണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് 2 സ്ലൈസ് ചീസ് ഇത് മസ്റ്റായിട്ടും ചേർക്കണേ. ഞാനിവിടെ അമൂലിൻ്റെ സ്ലൈസ് ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ചീസാണ്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളിയായി സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണേ.